CUT കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കുകയാണ്. CUT അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡീറ്റെയിൽസ് തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കറക്ഷൻ വിൻഡോയിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ വിവരങ്ങളാണ് നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി പറ്റുക, എന്തൊക്കെ മാറ്റാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് നോക്കാം. CUTന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കറക്ഷൻ ഇൻ പർട്ടിക്കുലേഴ്സ് ഓഫ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഓഫ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUT UG എന്നുള്ളത് കാണും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു PDF-ലോട്ടാണ് നിങ്ങൾ റീഡയറക്റ്റ് ആവുക. അപ്പോൾ നിങ്ങൾക്കറിയാം CUT എക്സാമിനേഷൻ നടക്കുന്നത് മെയ് 11 മുതൽ മെയ് 31 വരെയാണെന്നുള്ളത് അറിയാം. കറക്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ കറക്റ്റ് ചെയ്ത് തുടങ്ങാം. ഫെബ്രുവരി 11 വരെ, ഫെബ്രുവരി 11 രാത്രി 11:50 വരെയാണുള്ളത്. നിർബന്ധമായിട്ട് നിങ്ങൾ ഇന്നോ നാളെ തന്നെ അത് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഏതൊക്കെ വിവരങ്ങളാണ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക, എന്തൊക്കെ പറ്റില്ല എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം എന്തൊക്കെ വിവരങ്ങൾ പറ്റില്ല എന്നുള്ളത് നോക്കാം. നമ്മൾ അപ്ലിക്കേഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഇത് ബേസിക് ഡീറ്റെയിൽസ് ഒരിക്കലും നമുക്ക് കറക്ഷൻ വിൻഡോയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. മൊബൈൽ നമ്പർ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഇമെയിൽ അഡ്രസ്സ് മാറ്റാൻ പറ്റില്ല, അതുപോലെ തന്നെ പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും മാറ്റാൻ പറ്റില്ല, എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസും നമ്മുടെ ഫോട്ടോയും നമുക്ക് ഒരിക്കലും ഈ ഒരു കറക്ഷൻ വിൻഡോയിലൂടെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള കുറച്ച് വിവരങ്ങൾ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് കാൻഡിഡേറ്റ് ഷാൾ ബി അലൗഡ് ടു ചേഞ്ച് എനി വൺ ഓഫ് ദ ഫീൽഡ്സ്. അതായത് ഈ പറയപ്പെടുന്ന 3 ഫീൽഡുകളിൽ 3 ഡീറ്റെയിൽസ് ഏതെങ്കിലും ഒന്ന് മാറ്റാം. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫാദേഴ്സ് നെയിം, നിങ്ങളുടെ മദേഴ്സ് നെയിം, ഈ 3 ഡീറ്റെയിൽസിൽ ഏതെങ്കിലും ഒരു വിവരം നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. 3ഉം പറ്റില്ല. നിങ്ങളുടെ ഫാദേഴ്സിൻ്റെയോ നിങ്ങളുടെ മദേഴ്സിൻ്റെയോ നെയിം അതിൽ ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കറക്ഷൻ വിൻഡോയിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ഷാൾ ബി അലൗഡ് ടു ചേഞ്ച് ഓൾ ദ ഫീൽഡ്സ്. അതായത് അത് 10ാം ക്ലാസ്സിലെയും 12ലെയും വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ മാറ്റാനുള്ള ഓപ്പർച്യൂണിറ്റി ഒരു കറക്ഷൻ വിൻഡോയിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്നത് കാൻഡിഡേറ്റ് ഷാൾ ബി അലൗഡ് ടു ചേഞ്ച് എക്സാമിനേഷൻ സിറ്റീസ് ബേസ്ഡ് ഓൺ ദെയർ പെർമനന്റ് ആൻഡ് പ്രസന്റ് അഡ്രസ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് വൺസ് അഗെയിൻ ക്ലാരിഫൈഡ് ദാറ്റ് NTA is not bound to follow the choice given by candidates. Candidates who had previously selected Delhi as their examination city may now choose Delhi or NCR as their examination city. ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സിനെയും പെർമനന്റ് അഡ്രസ്സിനെയും ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എക്സാമിനേഷൻ സിറ്റി നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഭാഷയിലാണ്, ഏത് മീഡിയം ഓഫ് എക്സാമിനേഷൻ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്, ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ എക്സാമിനേഷൻ പേപ്പർ വേണ്ടത്, ആ കാര്യങ്ങളും എക്സാമിനേഷൻ സിറ്റിയും മാറ്റാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ടുള്ള സിറ്റി തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. NTA ആണ് അലോട്ട് ചെയ്യുക ഏത് സിറ്റിയിലാണ് നിങ്ങൾ എക്സാമിനേഷൻ എഴുതേണ്ടത് എന്നുള്ളത്. അതാണ് NTA is not bound to follow the choices given by the candidates എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ candidates shall be allowed to change all the fields. ഈ വിവരങ്ങളൊക്കെ മാറ്റാൻ പറ്റും. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാൻ പറ്റും, ജെൻഡർ മാറ്റാൻ പറ്റും, കാറ്റഗറി OBC ആണോ, NCL ആണോ, EWS ആണോ, SC ST ആണോ, PWD PWBD കാറ്റഗറീസ് ആണോ, ആ കാറ്റഗറി മാറ്റാൻ പറ്റും, സബ് കാറ്റഗറി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ മാറ്റാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആധാർ ഡീറ്റെയിൽസ് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് Candidates shall be allowed to change identity details only for candidates who registered with identity other than Aadhaar. അതായത് നിങ്ങൾ ആധാർ അല്ലാത്ത മറ്റു ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ്, ID പ്രൂഫ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തെന്നുണ്ടെങ്കിൽ അത് പിന്നീട് ആധാറിലോട്ട് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് മാത്രമേ ആധാർ ഡീറ്റെയിൽസ് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നുള്ളത്. പിന്നെ ഇവിടെ പറയുന്നത് ദ ഓപ്ഷൻ ടു ആഡ് സബ്ജക്ട് ഓർ എഡിറ്റ് ദ സബ്ജക്ട് കാൻഡിഡേറ്റ് മേ ചൂസ് അപ് ടു മാക്സിമം ഓഫ് 5 സബ്ജക്ട് ഇൻക്ലൂഡിംഗ് ലാംഗ്വേജസ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് ഡൊമൈൻ സബ്ജക്ട് എന്നുള്ളതാണ്. വിൽ ബി അവൈലബിൾ ഡ്യൂറിംഗ് കറക്ഷൻ പീരീഡ്. അതായത് നിങ്ങളുടെ സബ്ജക്റ്റുകൾ മാറ്റാം എന്നുള്ളതാണ്. നിങ്ങൾ ലാംഗ്വേജ് ആയിക്കോട്ടെ, ഡൊമൈൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിക്കോട്ടെ, ഈ സബ്ജക്റ്റുകളൊക്കെ മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന കോഴ്സ് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലുണ്ടോ ആ യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടുന്ന മാക്സിമം ക്വാളിഫിക്കേഷൻസ്, മാക്സിമം പേപ്പേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി മാത്രമായിരിക്കും BBA ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ഒന്നുകിൽ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസിയോ അല്ലെങ്കിൽ മറ്റൊരു എക്കണോമിക്സോ മതിയായിരിക്കാം. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ ആ ഒറ്റ പേപ്പർ അല്ല ചൂസ് ചെയ്യേണ്ടത്. BBA ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ആ മുഴുവൻ യൂണിവേഴ്സിറ്റികൾ, പ്രധാനപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റികളൊട്ടും ആ ഒരു അഡ്മിഷൻ കിട്ടുന്ന രൂപത്തിൽ ഏതൊക്കെ പേപ്പേഴ്സാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ആ ഒരു രീതിക്കാണ് നിങ്ങൾ പേപ്പർ സെലക്ഷൻ നടത്തേണ്ടത്. അപ്പോൾ അതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ ഇവിടെ കമൻറ്റ് ബോക്സിലായിട്ടൊരു ലിങ്ക് കൊടുക്കാം, കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്. അപ്പോൾ അതിൻ്റെ ബയോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ ഓരോ കോഴ്സുകളുണ്ട്, എത്ര സീറ്റുകളാണ്, അതിന് എന്തൊക്കെ പേപ്പേഴ്സാണ് വേണ്ടത്, അതും നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റുകൾ, ഡൊമൈൻ ആയിക്കോട്ടെ, ലാംഗ്വേജ് ആയിക്കോട്ടെ, ജനറൽ ടെസ്റ്റ് ആയിക്കോട്ടെ, ആഡ് ചെയ്യാം. കുറക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റുകൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അഡീഷണൽ ഫീസസ് പേ ചെയ്യേണ്ടി വരും. ആ ഫീസും കൂടെ നിങ്ങൾ പേ ചെയ്യുന്ന സമയത്താണ്
നിങ്ങളുടെ ആ ഒരു കറക്ഷൻ കംപ്ലീറ്റ് ആവുക എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഉള്ളത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പക്ഷെ കുറക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാര്യം ഇവിടെ റീഫണ്ട് അവൈലബിൾ അല്ല എന്നുള്ളത് ഇവിടെ താഴെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഫ് ദർ ഈസ് ആൻ ഇമ്പാക്ട് ഓൺ ദ ഫീ ദെൻ ദ അഡീഷണൽ ഫീ വിൽ ബി ചാർജ്ഡ് ആസ് അപ്ലിക്കബിൾ. ഹവർ എനി കേസ് ഓഫ് ദി ഫീ വിൽ നോട്ട് ബി റീഇംബേഴ്സ്ഡ്. ഫീസ് റീഫണ്ട് ഉണ്ടാവില്ല. ഏതെങ്കിലും അഡീഷണൽ പേപ്പേഴ്സ് നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീസ് നിങ്ങൾ പേ ചെയ്യും വേണം എന്നുള്ളതാണ്. കറക്ഷൻ ഇൻ ദിസ് ഫീൽഡ് വിൽ ബി അപ്ലിക്കബിൾ ഓൺലി ആഫ്റ്റർ പേയ്മെന്റ് ഓഫ് ആൻ അഡീഷണൽ ഫീ ഇഫ് എനി. നിങ്ങൾ ആ ഒരു പേയ്മെന്റും കൂടെ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് കറക്ഷൻ അപ്ലിക്കബിൾ ആവുന്നത്, അല്ലാതെ അത് കംപ്ലീറ്റ് ആവില്ല. ദ ഓൺലി വൺ ടൈം കറക്ഷൻ വിൽ ബി allowed to candidate once the corrections are done and submitted the form shall be frozen. അതായത് ഒറ്റ കറക്ഷൻ വരുത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് കറക്ഷനോ അല്ലെങ്കിൽ ഒരു വട്ടം നിങ്ങൾ കറക്ഷൻ സബ്മിറ്റ് ചെയ്തിട്ട് വീണ്ടും കറക്ഷനുള്ള ഓപ്പർച്യൂണിറ്റിയോ ഈ കറക്ഷൻ പീരീഡിൽ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നീട് ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ വാട്സപ്പ് ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പിനും കൂടെ ജോയിൻ ചെയ്യുക. നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്വപ്നം കാണുന്ന ഒരാളാണ്, ഡൽഹി യൂണിവേഴ്സിറ്റിയും ജാമിയും അലിഗഡും പോണ്ടിച്ചേരിയും ഇഫ്ലുവും ഹൈദരാബാദും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയും ടിസ് പോലെയുള്ള സ്ഥാപനങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ്ലി ഒരു ക്രാഷ് ബാച്ചും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനും അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടുന്ന ഫ്രീ റിസോഴ്സും അതുപോലെ തന്നെ നിങ്ങളുടെ ഗൈഡൻസും കാര്യങ്ങളും വെബിനാർസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.